ഹായ് എവരിവൺ, ലേൺ തെലുഗു ത്രൂ മലയാളം. നമ്മൾ തെലുങ്കിലെ ഗ്രാമറിൽ വ്യാകരണത്തിൽ ഏതൊക്കെ കവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വർത്തമാനകാലം വെച്ച് തുടങ്ങി. വർത്തമാനകാലത്തിൽ ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തെലുഗു എന്ന് പറഞ്ഞ ഭാഷയിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ വാക്യഘടനയാണ്. അപ്പം ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, നീ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ, അവൾ, അവർ, അത്, ഇത്, ഇതിനെല്ലാം വേറെ വേറെ വാക്യഘടനകളാണ്. അപ്പൊ നമ്മളതെല്ലാം കവർ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ തുടങ്ങിയത് ഭാവികാലമാണ്. അപ്പം ഭാവികാലത്തിൽ നമ്മൾ ആകെ 4 സബ്ജക്ട് ഇതുവരെ കവർ ചെയ്തിട്ടുള്ളൂ. 4 വീഡിയോകൾ എടുത്തു. അതിനകത്ത് 5 സബ്ജക്റ്റുകൾ കവർ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ അതായത് നേനു. അതിനുശേഷം ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ, ഞങ്ങൾ, ഓക്കെ, മനമു, മേമു. അതിനുശേഷം 3ാമത്തെ വീഡിയോയിൽ നീ എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ അതായത് നുവു. അതിനുശേഷം 4ാമത്തെ വീഡിയോയിൽ, തൊട്ട് മുൻപത്തെ വീഡിയോയിൽ, അത് കുറച്ച് നാളുകളായി, അത് മീരു എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ, നമ്മൾ, ഞങ്ങൾ, നീ, നിങ്ങൾ ഇത്രയും കഴിഞ്ഞതുകൊണ്ട് ഈ നമ്മുടെ അടുത്ത സബ്ജക്റ്റ് ആണ് അവൻ. അപ്പം അവൻ എന്ന് പറയാനായിട്ടും പിന്നെ ഇവൻ എന്ന് പറയാനായിട്ടും മലയാളത്തിൽ അങ്ങനെ 2 വാക്കുകളേ ഉള്ളൂ. ഒന്ന് അവൻ, പിന്നെ ഒന്ന് ഇവൻ. ഇതിന് തെലുങ്കിലെല്ലാം കൂടി 5 വാക്കുകളുണ്ട്. അവനെന്ന് പറയാനായിട്ട് 3 വാക്കുകൾ, ഇവൻ എന്ന് പറയാനായിട്ട് 2 വാക്കുകൾ. ഓക്കെ, അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒന്നിട്ട് പറഞ്ഞേക്കാം. തനു, അതനു, പിന്നെ വാടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ, പിന്നെ ഇതനു, വീടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ. ഓക്കെ, അപ്പൊ ഈ 5 വാക്കുകളിൽ എങ്ങനെയാണ് ഭാവി കാലത്തിൽ സെന്റൻസ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്രിയ വെച്ച് തുടങ്ങാം. വാ എന്ന് പറയാനായിട്ട് അതായത് രാ എന്ന് പറഞ്ഞ വാക്ക്. അപ്പം അവൻ വരും എന്ന് പറയാനായിട്ട് തനു വസ്താടു. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് തനു എന്ന് പറഞ്ഞ വാക്ക് അവസാനിക്കുന്നത് നു എന്നാണെങ്കിലും വസ്താഡു എന്നതിന് കാരണമുണ്ട്. കാരണം ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ, ഏത് വാക്കിലാണോ സബ്ജക്ട് അവസാനിക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും മോസ്റ്റ്ലി ആ ഒരു ക്രിയ അവസാനിക്കുന്നത്. അതായത് നേനു വസ്താനു, അല്ലെങ്കിൽ നുവു വസ്താവു, മീരു വസ്താരു, പിന്നെ മേമു വസ്താമു, മനമു വസ്താമു. പക്ഷേ തനു എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നേരത്ത് വസ്താനു അല്ല. വസ്താനു എന്ന് പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ മാത്രമാണ്. അതായത് നേനു വസ്താനു ആണ്. പക്ഷെ തനു ആണെങ്കിൽ വസ്താഡു ആണ്. അതിന് കാരണം ഈ അവൻ എന്ന് പറയുന്നതിന്റെ പ്രോപ്പറായ അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗത്തിലുള്ള വാക്ക് ഇങ്ങനെയാണ് വാടു. വാടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ബഹുമാനമില്ലാതെയാണ്. നമ്മുടെ അത്രയും അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകളെ അവരുടെ ഇല്ലാത്ത നേരത്ത്, അവരുടെ മുൻപിലല്ല, അവരില്ലാത്ത നേരത്ത് അവർ നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ദേഷ്യം തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാടു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതടു, അതാണ് അതിന്റെ പ്രോപ്പറായ സാഹിത്യ ഭാഷയിലെ. അതായത് ഇപ്പം ഇത്രയും വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ തനു, അതനു, അതടു എന്നൊക്കെ പറഞ്ഞ വാടു എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ തെലുങ്കന്മാരോട് പോയിട്ട് അതിന്റെ സാഹിത്യ ഭാഷയിൽ അവൻ എന്ന് പറയാനായിട്ട് ഏത് വാക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അതടു എന്ന് പറഞ്ഞ വാക്കായിരിക്കും. അപ്പം അത് ഡൂയിലാണ് അവസാനിക്കുന്നത്. അതേപോലെ തന്നെ വാടു എന്ന് പറഞ്ഞ വാക്ക് അവസാനിക്കുന്നതും ഡൂയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്ക് വരുന്ന നേരത്തെ, അതായത് തനു എന്ന് പറഞ്ഞു വന്നാലും അതനു എന്ന് പറഞ്ഞു വന്നാലും വാടു എന്ന് പറഞ്ഞു വന്നാലും അതടു എന്ന് പറഞ്ഞു വന്നാലും എല്ലാത്തിനും കൂടി ഈ ഒരു വാക്യഘടനയാണ് വസ്താടു. 5 അല്ല 6 എണ്ണം ഉണ്ട്. അവൻ എന്ന് പറയാൻ തന്നെ 4 എണ്ണം, ഇവൻ എന്ന് പറയാൻ 2 എണ്ണം. ഓക്കെ, അതായത് തനു, അതനു, അതടു, വാടു. തനു, അതനു, വാടു, അതടു. അതാണ് അതിന്റെ ഒരു പ്രോപ്പറായ ഒരു റൈമിങ്. പ്രാവശ്യം ഒപ്പിച്ച് പറയുന്ന പറയില്ല അത്. ഓക്കെ, അപ്പൊ എല്ലാം വന്നാലും വസ്താടു ആണ്. അതേപോലെ തന്നെ ഇവൻ എന്ന് പറഞ്ഞ വാക്ക് വരികയാണ്. അതായത് ഇതനു എന്ന് പറഞ്ഞ വാക്ക് വന്നാലും പിന്നെ വീടു എന്ന് പറഞ്ഞ വാക്ക് വന്നാലും ഇതേ വാക്യഘടന തന്നെ, ഇതേ ഫോർമേഷൻ തന്നെയാണ്. അതായത് ഓക്കെ, അപ്പൊ എല്ലാം കൂടി ഒന്നുകൂടി പറയാം. ഈ 6 എണ്ണം കൂടി പറയാം. തനു വസ്താടു, അതനു വസ്താടു, വാടു വസ്താടു, അതടു വസ്താടു, ഇതനു വസ്താടു, വീട് വസ്താടു. ഓക്കെ, ആദ്യം പറഞ്ഞ 4 എണ്ണം അവൻ വരും, അതിനുശേഷം പറഞ്ഞ 2 എണ്ണം ഇവൻ വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ എല്ലാ ക്രിയകൾക്കും ഇപ്പൊ ഞാൻ മുൻപ് പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഞാൻ വരികയാണെങ്കിൽ വസ്താനു, നീ വരികയാണെങ്കിൽ വസ്താവു, നിങ്ങളിൽ താങ്കൾ വരികയാണെങ്കിൽ വസ്താരു, നമ്മൾ വരികയാണെങ്കിൽ വസ്താമു, ഞങ്ങൾ വരികയാണെങ്കിൽ വസ്താമു. അതിനെല്ലാത്തിനും അവസാനമുള്ള ഈ നു, രു, വു, മു എന്ന് പറഞ്ഞ ഈ വാക്കുകൾ എടുത്ത് മാറ്റി, അക്ഷരങ്ങൾ എടുത്ത് മാറ്റി അവിടെ ഡു എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അവരെന്ന് പറഞ്ഞ വാക്ക് വെച്ച് വരുന്ന എല്ലാ വാക്യങ്ങളും കിട്ടും. അപ്പൊ വളരെ സിമ്പിൾ ആണ്. എല്ലാം എടുത്തു പറയണമെന്നില്ല. വീഡിയോ വേണമെങ്കിൽ വളരെ ഷോർട്ടാക്കി എടുക്കാം. എന്നാലും കുറച്ച് ക്രിയകൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അവൻ പോകുമെന്ന് പറയാനായിട്ട് അപ്പം ഞാൻ ഈ മുതൽ എല്ലാം പറയുന്നില്ല. ഓക്കെ, തനു എന്ന് പറഞ്ഞ വാക്കും പറയാം, പിന്നെ വാടു എന്ന് പറഞ്ഞ വാക്കും പറയാം. കാരണം അതനു, അതടു,
അത് രണ്ടും പറയുന്നില്ല, അതിനും ഇതേ വാക്യം തന്നെയാണ്. പിന്നെ ഇതനു എന്ന് പറഞ്ഞ വാക്കും പറയാം, വീടെന്ന് പറയുന്നില്ല. ഓക്കെ, ഞാൻ ഏതൊക്കെയാ പറഞ്ഞാന്ന് പറഞ്ഞത്. ഓക്കെ, തനു പോത്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പോകും, തനു വെൽത്താടു എന്ന് വെച്ച് കഴിഞ്ഞാലും അവൻ പോകും, തനു വെള്ളി പോത്താടു എന്ന് വെച്ചാൽ അവൻ പോകും. അതുപോലെ തന്നെ വാട് പോത്താടു, വാട് വെൽത്താടു, വാട് വെള്ളി പോത്താടു, ഇതനു പോത്താടു, ഇതനു വെൽത്താടു, ഇതനു വെള്ളി പോത്താടു. സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മലയാളികൾക്ക് ഈ കുറച്ച് വാക്കുകൾ ത, പ, പിന്നെ ട, ക, പിന്നെന്താണ് ക, ച, ട, ത, പ, ഈ വാക്കുകളൊക്കെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മുടെ മലയാളത്തിലെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം വേറെ രീതിയിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ക എന്ന് പറഞ്ഞ വാക്ക്, ക എന്ന് പറഞ്ഞ വാക്ക് ഉള്ളിൽ നടുവിൽ വരികയാണെങ്കിൽ, സ്റ്റാർട്ടിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ക എന്ന് തന്നെ പറയും. പക്ഷെ ഉള്ളിൽ വരികയാണെങ്കിൽ നമുക്കത് ഗായാണ്. ഉദാഹരണത്തിന് കഴുകൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, എഴുന്ത് കഴു ക എന്നാണ്. ച ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മളതിനും ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് അല്ല വേറെ എവിടെ വന്നാലും. ഇപ്പൊ ചവണി എന്ന് പറഞ്ഞ വാക്ക് ചായാണ്, പക്ഷെ കവചം എന്ന് നമ്മൾ പറയുന്നത് എഴുന്ന് ചായാണ്, കവചം. ട എന്ന് പറഞ്ഞ ഉദാഹരണം കോടി. ഓക്കെ, അപ്പം കോ ഡി എന്നെല്ലാം നമ്മൾ എഴുതുന്നത് കോ ടി എന്നാണ് ട. സാധാരണ നമ്മൾ ഈ ടിറുച്ചി ടീ വെച്ച് വേറൊരു വാക്ക് എനിക്ക് കിട്ടില്ല, ടീ. നമ്മൾ മലയാളത്തിലെ ഈ ഇംഗ്ലീഷിലെ ടീ ഉണ്ടല്ലോ, ചായ, അത് നമ്മൾ എഴുതുന്നത് ടീ എന്നാണ്, അത് വായിക്കുന്ന ടീ തന്നെയാണ്. പക്ഷെ നമ്മൾ കോടി എന്ന് എഴുതുകയാണെങ്കിൽ അവിടെ ടീ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ത എന്ന് പറഞ്ഞ ഉദാഹരണം അവതാരം. ഈ അവതാരം എന്ന് പറഞ്ഞ വാക്കിനകത്ത് ദായല്ല നമ്മൾ ഉപയോഗിക്കുന്നത് തായാണ്, അവതാരം. പിന്നെ പ. ഓക്കെ, അപർണ എന്ന് നമ്മൾ പറയുമെങ്കിലും എഴുതുന്നത് ആ പ എർ ണ ആണ്, അപർണ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അതനു അതടു എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞത്. കാരണം തെലുഗു, കന്നഡ അങ്ങനെയുള്ള ഭാഷകളിലൊക്കെ, തമിഴിൽ അത്രയും ഒരു പ്രശ്നമല്ല, ഇങ്ങനെയുള്ള ഭാഷകളിലൊക്കെ അവർ എഴുതുന്ന പോലെ തന്നെയാണ് വായിക്കുന്നത്. അപ്പം ഉള്ളിൽ ത വന്നു കഴിഞ്ഞാൽ അതിനെ ത എന്ന് തന്നെ പറയണം. സ്ട്രെസ് ചെയ്ത് നമ്മൾ ഈ തത്ത എന്ന് പറഞ്ഞ രണ്ടാമത്തെ ത ഉണ്ടല്ലോ, അത് പറയണമെന്നില്ല, പക്ഷേ ദ എന്നും പറയാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന് അതനു എന്നാണ് പറയേണ്ടത്, അല്ലാതെ അതനു എന്നല്ല. അതിനെ അത്തനു എന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ അത്തനു കിട്ടും, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടും അത്. അതേപോലെ തന്നെ ഇതനു, അല്ലാതെ ഇതനു എന്നല്ല. എഴുതുന്നത് ഈ ത നു എന്നാണെങ്കിലും അതിനെ വായിക്കുന്നത് ഇതനു എന്നാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? വാ എന്ന് പറഞ്ഞ വാക്കും പോ എന്ന് പറഞ്ഞ വാക്കും കഴിഞ്ഞു. അടുത്തത് ചെയി. ഓക്കെ, വാടു ചേച്ചിത്താടു, അല്ലെങ്കിൽ തനു ചേച്ചിത്താടു, അത്തനു ചേച്ചിത്താടു, പിന്നെ ഇത്തനു ചേച്ചിത്താടു, വീട് ചേച്ചിത്താടു. ഞാൻ എല്ലാ സബ്ജക്റ്റും പറയില്ല എന്ന് പറഞ്ഞു തന്നായിരുന്നല്ലേ. ഓക്കെ, അടുത്തത് ഓക്കെ, തനു എന്ന് പറഞ്ഞ വാക്കും വാടു എന്ന് പറഞ്ഞ വാക്കും. തനു ചെപ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയും, അല്ലെങ്കിൽ വാടു ചെപ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവൻ പറയും. തനു അടുത്താടു എന്ന് വെച്ചാൽ അവൻ ചോദിക്കും, തനു അടുത്താടു എന്ന് വെച്ചാലും അവൻ ചോദിക്കും. ഈവൻ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നില്ല, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, തനു വിൻടാടു എന്ന് വെച്ചാൽ അവൻ കേൾക്കും, വാട് വിൻടാടു എന്ന് വെച്ചാൽ അവൻ കേൾക്കും. ഓക്കെ, പിന്നെ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഓക്കെ, തനു ചതുർത്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വായിക്കും, വാട് ചതുർത്താടു എന്ന് വെച്ച് കഴിഞ്ഞാലും അവൻ വായിക്കും. ഓക്കെ, പിന്നെ തനു രാജ്താടു, തനു. അപ്പം അങ്ങനെയാണ് ഈ ഒരു വാക്യഘടന വരുന്നത്. ഞാൻ എല്ലാ ക്രിയകളും എടുത്ത് പറയുന്നില്ല, കുറച്ച് ക്രിയകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് പറയാം. തനി സഹായം ചേച്ചിത്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സഹായിക്കും, വാടു പണി ചേച്ചിത്താടു എന്ന് വെച്ചാൽ അവൻ ജോലി ചെയ്യും. ഓക്കെ, രണ്ടും കൂടി പറയുന്നില്ല, ഏതെങ്കിലും ഒന്ന് പറയുന്നുള്ളൂ. തനു ഇസ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൊടുക്കും. തനു ഇസ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൊടുക്കും, തനു ഇസ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തരും. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, തരൂ എന്ന് പറയുന്നതിനും കൊടുക്കും എന്ന് പറയുന്നതും ആകെ ഒരു വാക്കേ ഉള്ളൂ, അതാണ് ഇവു. അപ്പം ഇസ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കൊടുക്കുമെന്നാവാം, അല്ലെങ്കിൽ തരുമെന്നാവാം. നമ്മൾ മറ്റുള്ളവർ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് തരിക, എല്ലാത്തിനും കൂടി ആകെ ഒറ്റ വാക്കാണുള്ളത്. ഓക്കെ, പിന്നെ തീസ്താടു, മൂസ്താടു എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, കുറച്ച് ക്രിയകൾ പറയാം. തനു മാട്ടിലാടുത്താടുന്ന് വെച്ചാൽ അവൻ സംസാരിക്കും, അല്ലെങ്കിൽ വാട് മാട്ടിലാടുത്താടുന്ന് വെച്ചാൽ അവൻ സംസാരിക്കും. മാട്ടിലാടു, ആട്ടിലാടു രണ്ടിനും ഏകദേശം ഒരേപോലെ ഒരു ഇതുള്ളത് കൊണ്ട് വാട് ആട്ടിലാടുത്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കളിക്കും. ഓക്കെ, പിന്നെ ലേസ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കും. വണ്ട ചേസ്താടു എന്ന് വെച്ചാൽ അവൻ പാചകം ചെയ്യും. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തനു, അതനു, വാടു, അതടു എന്നെല്ലാം എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഉദാഹരണത്തിന് പാടുത്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവൻ പാടുമെന്നാണ്. അല്ലാതെ ഞാൻ പാടുമെന്നോ നീ പാടുമെന്നോ നമ്മൾ പാടുമെന്നോ അല്ല അർത്ഥം. ഞാൻ പാടുന്ന പറയാനായിട്ട് പാടുത്താനു എന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പാടുന്ന പറയാനായിട്ട് പാടുത്താമു ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിയ കേട്ട് കഴിഞ്ഞാൽ തന്നെ ചെയ്യുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മലയാളം പോലെയല്ല. മലയാളത്തിൽ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും ആകാം. ഓക്കെ, ഇപ്പം മഴയാവാം, എന്തെങ്കിലും മൃഗങ്ങളാവാം, ഞാനാവാം, നീയാവാം, നിങ്ങളാവാം, അവനാവാം, അവരാവാം. ഓക്കെ, പക്ഷേ വസ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വരുമെന്നാണ്. ഓക്കെ, അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകവചനം പുല്ലിംഗം. ഓക്കെ, പിന്നെ ആ ഒരാളെ, അതായത് ഏകവചന പുല്ലിംഗം ഒരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു പുരുഷനാണ്. ഈ ആളെ നമുക്ക് ബഹുമാനം കൊടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അവൻ എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രം നമ്മൾ ഈ വസ്താടു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുള്ളൂ. വസ്താടു മാത്രമല്ല, ഈ എല്ലാ ക്രിയകളും. അപ്പം ചൂടു ഈ ഞാൻ എടുത്ത് പറയണം എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. പാടു എന്ന് പറഞ്ഞ വാക്കും ചൂടു എന്ന് പറഞ്ഞ വാക്കും അവസാനിക്കുന്നത് ഡു തന്നെയാണ്. പക്ഷേ രണ്ടിനും വേറെ വാക്യഘടനകളാണ്. ഒന്ന് പാടുത്താടു അല്ലെങ്കിൽ പാടുത്താനു, പാടുത്താമു അല്ല. ഇവിടെ ചൂടു എന്ന് പറയുന്നത് ചൂടുത്താനു, ചൂടുത്താടു എന്നും പറയാൻ പാടില്ല. ചൂസ്താടു, അതാണ് അതിന്റെ ഒരു ശരിയായ ഒരു വാക്യഘടന. അവൻ നോക്കും അല്ലെങ്കിൽ അവൾ കാണും എന്ന് പറയാനായിട്ട് വാടു അല്ലെങ്കിൽ താനു, ചൂസ്താടു. ഓക്കെ, പിന്നെ ഓക്കെ, ചേപ്പിസ്താടു. ചേപ്പിസ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്യിക്കും. പിന്നെ പമ്പിസ്താടു എന്ന് വെച്ചാൽ അവൻ അയക്കും. പിന്നെ അണ്ടിസ്താടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കും. ഓക്കെ, ഇതൊന്നും നമ്മളധികം ഉപയോഗിക്കാറില്ല. ഓർ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കണമല്ലോ. കാരണം ഈ ഒട്ടിക്കുക എന്ന് പറഞ്ഞ അൺടിഞ്ചു ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങനൊരു വാക്ക് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല എന്ന് ഞാൻ പറയില്ല. കാരണം നമുക്കറിയില്ല എന്ത് വാക്കാണ് എവിടെയാണ് ഉപയോഗം വരിക എന്ന്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കിയുള്ള ക്രിയകളൊക്കെ നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കുക. എങ്ങനെയാണ് എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ ഇതുവരെ അങ്ങനെയുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരുവിധം എല്ലാത്തിനും മറുപടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഉടായ്പ കമന്റുകളൊക്കെ ആണെങ്കിലാണ് ഞാൻ വെറുതെ ഇഗ്നോർ ചെയ്യാറുള്ളത്. അല്ലാതെ ബാക്കി ഒരുവിധം എല്ലാ കമന്റുകൾക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം ഇത്ര സിമ്പിൾ ആണ് സംഭവം. അപ്പം ഈ ഒരു വാക്യഘടന മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പുതിയൊരു ക്രിയ കിട്ടുകയാണെങ്കിൽ, നമുക്കറിയാത്തൊരു ക്രിയ നമ്മളിപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും കേൾക്കുകയാണ്, ഒരു സിനിമയിൽ കാണുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തെലുഗു സംസാരിക്കുന്നത് കേട്ട് നമ്മളത് പഠിച്ചു നമ്മളത് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വാക്യഘടന അറിഞ്ഞിരിക്കാമെങ്കിൽ, അതായത് ഇപ്പം സ്താ നു എന്നാണ് ഞാൻ എന്ന് പറഞ്ഞു വരുന്ന നേരത്ത് ഉപയോഗിക്കേണ്ട ഒരു വാക്യമാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്താ മു ആണ് നമ്മൾ, ഞങ്ങൾ, സ്താ ഡു ആണ് അവൻ, എങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾക്ക് എളുപ്പമാണ്, നമുക്ക് അതിനെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം പിലുവു എന്ന് പറഞ്ഞൊരു വാക്ക് അറിയാലോ. പിലു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുക. അപ്പം അവൻ വിളിക്കുന്നുണ്ട്, അവൻ വിളിക്കും എന്ന് പറയാനായിട്ട് വാടു പിലിസ്താടു എന്നാണ്. അപ്പം പിലുവു, ഞാൻ മുൻപ് പറഞ്ഞിട്ട് വു എന്ന് പറഞ്ഞ വാക്ക് എൻഡിങ്ങിലാണെങ്കിൽ സ്താടു, ആ വു ഉപയോഗിക്കില്ല, പിലിസ്താടു. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഊഹിച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ പരമാവധി അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.